Hello students, welcome back to our writing class. The previous class we were discussing about HTML, Hypertext Markup Language, how to write HTML and how we are going to save this HTML file in our computer and how can we run these HTML codes. So these are the things we have discussed. Today let's check our activity in the lab section where we will create a simple web page using some easy to understand tags. So in order to start coding, first we have to create a notepad file. For that, we can right click on the desktop, and from the options we've got this new option where we go to text document and click on that. You can see a text document here. Double click on that, maximizing it. This is where we type all the HTML codes. So let's just check how we can type. So first, HTML coding starts with HTML tag. First, HTML. Then head. Head means, where we provide the titles and everything. After this, we can provide the title. We have opened the title tag. Now we can provide whatever title we need to show on our web page. So we are giving computer page, for example, and that is our title tag. And now we have to end this tag because computer page എന്നുള്ളതാണ് നമ്മുടെ title. അത് കഴിഞ്ഞു. So we are ending this title. ഇതെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? എൻഡ് ചെയ്യുമ്പോൾ ടൈറ്റിലിന്റെ മുന്നിൽ ഒരു സ്ലാഷ് കൊടുക്കണം. This is how we end one tag. അപ്പം ടൈറ്റിൽ ടാഗ് കഴിഞ്ഞു. ഹെഡ് എന്ന് പറയുന്ന കണ്ടെയ്നർ ടാഗിന്റെ ഉള്ളിലാണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഹെഡിങ് എന്ന് പറയുന്ന ഹെഡ് ഏറ്റവും മുകളിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ വി നീഡ് ടു ക്ലോസ് ദിസ് ഹെഡ്. ഹെഡ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? We are giving head. ക്ലോസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? We need to give this slash. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോ HTML എന്ന് പറയുന്നത് എന്താണ്? HTML കോഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടാഗ് ആണ് HTML. And then we are giving the head. Inside this head, we are giving the title. ടൈറ്റിലിന്റെ പേര് കൊടുക്കുന്നു, ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു. And then we are closing head. Now നമുക്ക് എന്ത് ചെയ്യണം? ടൈറ്റിൽ കഴിഞ്ഞു. ടൈറ്റിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താ? ബോഡിയാണ്. ബോഡി എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ദ കണ്ടന്റ് വി നീഡ് ടു ഡിസ്പ്ലേ അണ്ടർ ദ ടൈറ്റിൽ. സോ നമുക്ക് ബോഡി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ചേഞ്ച് വരുത്താം, ഫോണ്ടിൽ ചേഞ്ച് വരുത്താം. അങ്ങനെ we can do several things on that. So now we are going to change എന്താണ് the background color of the body. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്തിലേക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. സോ വി ആർ ഗിവിംഗ് ബോഡി BG കളർ. BG എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ഇൻവേർട്ടഡ് കോമാസില് ബ്ലൂ എന്ന് കൊടുക്കുന്നു. എന്നിട്ടോ ടെക്സ്റ്റിന്റെ കളർ നമ്മൾ എന്ത് കൊടുക്കുന്നു? ടെക്സ്റ്റിന്റെ കളർ നമ്മൾ ഗ്രീനും കൊടുക്കുന്നു. ഇപ്പൊ എന്താ ഇവിടെ നടന്നിരിക്കുന്നത്? ഈ ഒരു കോഡിങ്ങില് ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് നമ്മൾ പറഞ്ഞു, ആൻഡ് ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ. ബോഡിയിലുള്ള, അതായത് ബോഡി എന്ന് പറയുന്നത് എന്താ? ഹെഡിങ്ങിന്റെ ഒക്കെ താഴെ നമ്മളുടെ ബാക്കി കണ്ടന്റ്സ് വരുന്ന ഭാഗം. സോ വി നീഡ് ടു ഹാവ് ദീസ്
portion in blue, and the text inside this portion will be in green. That's what defined here. ഇനി എന്ത് കൊടുക്കണം? ഇനി നമ്മൾ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ടൈറ്റിൽ കഴിഞ്ഞു. ഇനി then we are going to give the heading. First heading ആണ്. So we are giving it as H1. H1 ഓപ്പൺ ചെയ്തു. ആൻഡ് ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ അതിന്റെ എന്താണോ ഹെഡിങ് അത് കൊടുക്കണം. വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് നമ്മളുടെ ഹെഡിങ് എന്ന് വിചാരിക്കുക. So now we need to close this heading. For that, we need to put that slash when you're closing with H1. I'm now providing H1. ഇനി നമുക്ക് ഒന്ന് നോക്കാം, ഇതിനെ ഒന്ന് സേവ് ചെയ്തിട്ട് what will happen. ഇതെങ്ങനെ സേവ് ചെയ്യുക? സേവ് കൊടുത്താൽ എന്ത് സംഭവിക്കും? It will be saved as .text file. It will be saved as text file. By default, it's a text editing file. So when you click on save as, it will give you options to save it in your name or whatever name you prefer. നമ്മൾ എന്താ കൊടുക്കുന്നത്? കമ്പ്യൂട്ടർ എന്ന് കൊടുക്കുന്നു. കമ്പ്യൂട്ടർ ആൻഡ് സേവ് ആസ് ടൈപ്പ് .html എന്ന് കൊടുക്കുന്നു. ml എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. ഇതുണ്ടോ? അപ്പൊ അത് ഇത് വന്നേക്കുന്നത് ഇതാണ്. ആ ഫയൽ സേവ് ആയിരിക്കും. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ ഓക്കെ, കണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഒന്നുമില്ലേ? ബോഡി കളറിൽ എന്തോന്നു? ബോഡി കളർ ബ്ലൂ വന്നു. വേൾഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് heading in green. So this is how we code HTML. Understood?